പഹൽഗാമിൽ നടന്ന ഈ ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സർ വരുത്താൻ സാധ്യത? ഇപ്പോൾ ജുഡീഷ്യറിയിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസിക്ക് സോഷ്യൽ മീഡിയ മോണിറ്ററിങ് ഈ ഒരു സംവിധാനങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? സാറിന് എന്താണ് തോന്നുന്നത്? അഖില, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 26ഓളം ഇന്ത്യക്കാരെ അവർ ഹിന്ദുക്കളായി അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടില്ല എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാതായി ആകാതിരുന്നത് കൊണ്ട് മാത്രം അവരുടെ മതം നോക്കി അവരെ വെടിവെച്ച് കൊന്ന വളരെ ദാരുണമായ ഒരു ഭീകരാക്രമണമാണ് ഈ പഹൽഗാമിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വലിയ വലിയ സംഭവങ്ങളും അതിന് മുൻപും അതിന് ശേഷവും തമ്മിൽ വലിയ വ്യത്യാസം വരും. പണ്ട് നമുക്കൊരു ഹോട്ടലിൽ ചെന്നിട്ട് കയറണമെങ്കിൽ നമ്മുടെ ID കാർഡൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഫോൺ മേടിക്കണമെങ്കിൽ ഒരു ID കാർഡ് ആവശ്യമില്ല. ഇന്നൊരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഒരു ID കാർഡ് ഉണ്ടാവണം, സർക്കാരിൻ്റെ ID കാർഡ് ഉണ്ടാകണം. അതാണ് നിയമം. ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ID കാർഡ് വേണം. അതുപോലെ അത്രയ്ക്ക് ഇന്ത്യയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ 26 പേരെ മതത്തിൻ്റെ പേരിൽ നിരത്തി നിർത്തി അല്ലെങ്കിൽ കൂട്ടത്തോടെ വെടിവെച്ച് കൊന്നു എന്ന്, മതം എന്താണെന്ന് നോക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ഒരു ഭീകരാക്രമണം. ഇത് ഇപ്പം നമുക്കറിയാം. നമ്മളിപ്പോൾ എന്തുകൊണ്ട് നടന്നു എന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രസക്തമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും എപ്പോഴും പറഞ്ഞിരുന്ന ഒന്നാണ്, ഈ ആർട്ടിക്കിൾ 370 മാറി എല്ലാം പോയതിനൊക്കെ ശേഷം ഇന്നിപ്പോൾ കാശ്മീരിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം നോർമലാണ് എന്നുള്ളത്. അതായത് അവിടെ ടൂറിസം അത് പഴയതുപോലെ നടക്കുന്നു എന്നാണ് നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നത്. എന്താണ്, ഏകദേശം 27 ലക്ഷം ടൂറിസ്റ്റുകളാണ് കാശ്മീർ സന്ദർശിച്ചത്. 2024 27 ലക്ഷം ടൂറിസ്റ്റുകൾ. ഇത് അവർക്കൊരു വലിയ, അതായത് അവിടെ നോർമലായി എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് തീർച്ചയായും ടെററിസ്റ്റുകൾക്കും പാകിസ്ഥാൻ്റെയും ചെവിയിലെത്തുന്നുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഒരിക്കലും ഇതുവരെയുള്ള സങ്കല്പങ്ങൾ അനുസരിച്ച് അങ്ങനെ ഈ ടൂറിസ്റ്റുകൾക്കെതിരായിട്ട് കാശ്മീർ അതിന് സർവൈവ് ചെയ്യുന്നത് തന്നെ, അവിടുത്തെ ജനങ്ങൾ സർവൈവ് ചെയ്യുന്നത് തന്നെ ടൂറിസം കൊണ്ടാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾക്കെതിരെ അങ്ങനെ ഒരു വലിയ കാര്യമായ ആക്രമണം പൊതുവേ ഉണ്ടാകാറില്ല. 1-2 പേര് അല്ലാതൊക്കെ ചെന്നിട്ടുണ്ട്. 2008 ശേഷം അങ്ങനെ കാര്യമായ ഒരു വലിയ വിപുലമായ ഇതുപോലൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്രമണം ഒരിക്കലും ടൂറിസ്റ്റുകാർക്ക് വരെ ഉണ്ടായിട്ടില്ല. അതുണ്ടായി. അതിൻ്റെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. അപ്പോൾ ഈ ഖാലിസ്ഥാനല്ല, ഈ കാശ്മീർ ഒരു ഗ്രൂപ്പാണിത് പറഞ്ഞു. ഇത് ആക്ച്വലി ഏത് പല ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും ഇവർ പ്രധാനമായിട്ട് ലഷ്കർ-ഇ-തോയ്ബയുടെ ആളുകളാണ്. സൈഫുള്ള കസ്ഫൂരി എന്ന് പറയുന്ന ആളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് ഇപ്പം തന്നെ കൃത്യമായിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അവർ പറഞ്ഞിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഇതിനെ ഈ ലഷ്കർ-ഇ-തോയ്ബ ഇത് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അവിടെ 43 ലക്ഷത്തോളം പഴയ അവിടെ നിന്ന് പോയ ആളുകളെ തിരികെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. അതിനെതിരായിട്ടാണ് അവർ ഇത് ചെയ്തത്. ആർട്ടിക്കിൾ 370 മാറിയതിൻ്റെ ഒരു ലക്ഷണമാണത്. ഇതാണ് അതിൻ്റെ അവർ പറഞ്ഞിരുന്ന ഒരു കാരണം. 2, അവിടെ ടൂറിസ്റ്റുകൾ വന്ന് അങ്ങ് ചുമ്മാതെ കുടിയേറുന്നു, അല്ലെങ്കിൽ വന്നു ടൂറിസ്റ്റുകളുടെ കോളനൈസേഷൻ, ഇതാണ് അവർ ഉപയോഗിച്ച കറക്റ്റ് വാക്ക്. അതായത് അവിടെ മുഴുവൻ ടൂറിസ്റ്റുകളാണ് ഇപ്പം. അതും അവർക്ക് പിടിച്ചിട്ടില്ല. ഇത് രണ്ടും തടയാൻ വേണ്ടിയാണ് അവർ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അത് കറക്റ്റായിട്ട് നമ്മുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വി ഡി വാൻസ് വന്നപ്പോഴാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതെല്ലാം തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കാമെന്ന് നമുക്കൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കാം. എല്ലാം അങ്ങനെ തന്നെ നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം ചോദിച്ച ഒരു സംഭവമാണ് ഇത് ഇൻ്റലിജൻസ് ഏജൻസികളെ എങ്ങനെ ബാധിക്കും. ഇനിയിപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടിങ് നടക്കാനും ഇപ്പം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കൻ ചാരസംഘടന CIA പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്നത് അവരാണ്. അത് നമ്മുടെ നിരീക്ഷണത്തിലാണ്. നമ്മുടെ രാജ്യത്തിനകത്തുള്ളവരെയും പുറത്തുള്ളവരെയും നിരീക്ഷിക്കുന്നതിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ചാരപ്രവർത്തനമാണ് നടക്കുക അകത്തും പുറത്തും. അതുപോലെ നമ്മുടെ ഇസ്രായേലിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മൊസാദ്.
ആ മൊസാദിന് അകത്തൊരു ഇന്റേണൽ ഡിവിഷൻ, അതുപോലെ അവരുടെ ഇന്റേണൽ ഡിവിഷനുണ്ട്. നമുക്ക് റോയും IBM ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ ഇവിടെ ഈ സംവിധാനം ശക്തിപ്പെടുത്തേണ്ട സമയമായി. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളെല്ലാം ശരിയായി എന്ന് പറഞ്ഞിരുന്നാൽ അത് അബദ്ധമാണ്. 2 or 3 ലോക്കലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ പഹൽഗാം സ്ഥലത്ത് കാട്ടിനകത്ത് നിന്ന് പുറത്തു വരാനും കാട്ടിനകത്തേക്ക് തിരിച്ചു പോയി രക്ഷപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനുമൊക്കെ ഉള്ള എല്ലാ സംവിധാനമുണ്ട്. ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഇത് നടക്കത്തില്ലെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ 2 or 3 ലോക്കൽ സപ്പോർട്ടുകളെ അവരെ സഹായിച്ച തീവ്രവാദികളെ, അവരെ വെടിവെക്കാൻ കൂട്ടുനിന്നവരെ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോക്കൽ ഇൻ്റലിജൻസ് വളരെ ശക്തമാകും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇതിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ വേണമെങ്കിൽ പലപ്പോഴും പലരുടെ ഫോണുകളും ടാപ്പ് ചെയ്തെന്ന് വരും, പല നിരീക്ഷണങ്ങളും നടത്തിയെന്ന് വരും, സോഷ്യൽ മീഡിയകൾ നോക്കിയെന്ന് വരും. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ അടിയിൽ പോലും, നമ്മുടെ കേരളത്തിനകത്ത് പോലും, നമ്മുടെ മലയാളികൾ പോലും ഇത് ചെയ്തത് ഇന്ന ആളാണ്, ഇത് ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇത് ഇന്ത്യക്കകത്തുള്ളവർ ചെയ്ത പരിപാടിയാണെന്ന് വരെ പറഞ്ഞു തുടങ്ങി. ഇത്തരം, അതായത് നമ്മൾ ഇന്ത്യക്കകത്തു നിന്ന് തന്നെയാണ് ഇത് ആക്രമണം തുടങ്ങിയത്. അത്തരം ഹാൻഡിലുകളൊക്കെ ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് സൈക്കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർ 57ഓളം URL, അതായത് URLകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 200ഓളം ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഹാൻഡിലുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകത്ത് അത് പ്രാബല്യത്തിൽ വരുത്തിക്കൊള്ളണമെന്നാണ്. അതാണ് ഇപ്പോൾ ഇവന്മാർ ഡിജിറ്റൽ എമർജൻസി എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി കേസുകൾ ഫയൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുള്ള ഒരു സംവിധാനം സമൂഹ മാധ്യമങ്ങളിൽ വരും. അതായത് സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കപ്പെടും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങുകൾ വരിക. അത് രാജ്യസുരക്ഷയാകുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണേൽ പറയാം, ഒരു ഹോട്ടലിൽ പോയി എനിക്ക് റൂം എടുത്തുകൂടെ? പക്ഷെ തൽക്കാലം സാധ്യമല്ല. നിങ്ങളൊരു ID കാർഡ് കാണിക്കേണ്ടി വരും. എനിക്കൊരു ഫോൺ കണക്ഷന് വേണ്ടി എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? സർക്കാർ പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങളൊരു ID കാർഡ് വേണം, ID കാർഡ് കാണിക്കാതെ നിങ്ങൾക്ക് ഒരു ഫോൺ കണക്ഷൻ തരൂല. ഇത് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ സംവിധാനങ്ങളും മിസ്യൂസ് ചെയ്യും തോറും നിങ്ങളുടെ റെസ്ട്രിക്ഷൻ കൂടിക്കൂടി വരും. അപ്പോൾ നിങ്ങളെ ഭൗതികമായും ഡിജിറ്റലായും നിരീക്ഷിക്കുന്ന സംവിധാനം പ്രാബല്യത്തിൽ വരും. ഇൻ്റലിജൻസ് ഏജൻസികൾ കുറച്ചും കൂടെ വളരെ സ്ട്രോങ് ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തന്നെ 15 ലക്ഷമാണ് ഒരാളുടെ തലയ്ക്ക് ഇപ്പം തന്നെ ഓൾറെഡി NIA പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പം ഈ ഇതിനകത്ത്. അപ്പം നിങ്ങളെ വേട്ടയാടാൻ നിങ്ങൾ ഒരു രാജ്യത്തിനെതിരെ രാജ്യത്തിനകത്തിരുന്ന് തുടങ്ങി പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വേട്ടയാടാൻ സർക്കാർ സംവിധാനം ഒരുക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഓരോ മാറ്റങ്ങൾ വരുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കേണ്ടത് ജുഡീഷ്യറി. ഇപ്പം നമുക്കറിയാം, സുപ്രീം കോടതി അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കറിയാം VD സതീശൻ പറഞ്ഞ എന്താണ്, അവിടുത്തെ ഭരണം ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കാൻ സമയമായില്ല എന്ന് തോന്നുകയും കോടതിക്ക് സമയമായി എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഇന്ന ഒരു സാഹചര്യം വന്നാൽ, ഇപ്പം ഇത്തരം പുതിയ സാഹചര്യങ്ങൾ, അവിടെ ടെററിസം വരുന്നു, സാധാരണക്കാരെ കൊല്ലുന്നു, ഈ സാധാരണക്കാരെ സുരക്ഷ ഒതുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനാണ്, കോടതികൾക്കല്ല. അപ്പോൾ സർക്കാർ പറയുകയാണ് അവിടെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ കോടതി അത് കേൾക്കേണ്ട സാഹചര്യം വരും. ഇതാണ് ഞാൻ പറയുന്ന മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത്. ജുഡീഷ്യറിയുടെ സങ്കല്പത്തിൽ പോലും ഇത്തരം ഒരു 3 ആക്രമണം ഉണ്ടായെന്ന് വെച്ചോ, നമുക്ക് ഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, കോടതികളുടെ ചിന്താഗതികൾ മാറും. കോടതികൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നും, രാജ്യത്തിൻ്റെ രക്ഷയാണ് കൂടുതൽ പ്രസക്തമെന്ന് തോന്നും. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ജനങ്ങളെ നിരീക്ഷിക്കുന്നത് മാറും, സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത് മാറും, സർക്കാർ സംവിധാനങ്ങൾ സടകുടഞ്ഞെണീക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ ഒരു രാജ്യത്തിനെതിരെ
ഇത്രയും വലിയ ദുരന്തമുള്ള അല്ലെങ്കിൽ ഇത്രയും മാനങ്ങളുള്ള ഒരു ദുരന്തമോ ഭീകരാക്രമണമോ ഉണ്ടായി കഴിയുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ രാജ്യത്തിനകത്തും ഉണ്ടാക്കും, രാജ്യത്തിന് പുറത്തും ഉണ്ടാക്കും. അപ്പോൾ അത് ആണ് എനിക്ക് പറയാനുള്ളത്. മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും.